ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ പാം ലീവ്സ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അതിനായിട്ട് നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള പേപ്പറാണ് ആവശ്യമുള്ളത്. നീളം വീതിയും ഒരേ അളവിലെടുക്കുക. ഞാനിവിടെ 21 സെൻറ്റിമീറ്റർ നീളവും 21 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. സൈസ് കൂട്ടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും 1 സെൻറ്റിമീറ്റർ ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്തായിട്ട് സ്കെയിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മളുടെ പേപ്പർ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ സ്കെയിൽ വെക്കണമെന്നില്ല, അതേപോലെ കറക്റ്റ് 1 സെൻറ്റിമീറ്റർ വേണമെന്നില്ല, ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇത് തിരിച്ച് വെച്ച് വീണ്ടും മടക്കുക. നമ്മൾ ഇങ്ങനെ പേപ്പർ വെച്ച് ഞൊറികൾ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുകയാണ്. നമ്മളുടെ പേപ്പർ മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കിയെടുക്കാം. ഞാനിതിപ്പോൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് നിവർത്തുക, എന്നിട്ട് ഹാഫായിട്ട് ഇങ്ങനെ മടക്കുക. ഒപ്പം വെച്ചിട്ട് വേണം നമ്മൾ മടക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ആ മടക്ക് വന്ന ഭാഗം നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൽ ഇനി പെൻസിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കാനുണ്ട്. കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വരയ്ക്കാനുണ്ട്. ഫോൾഡ് വന്ന ഭാഗത്തുനിന്ന് ഇതേപോലെ താഴേന്ന് ഇങ്ങനെ 1/3 ഭാഗം എടുത്തിട്ട് ഏകദേശമാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് മേലേക്ക്. ഇതേപോലെ ഇങ്ങനെ ചരിച്ച് മേലേക്ക് വരച്ചെടുക്കാം. ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വരച്ചു എന്നേ ഉള്ളൂ. നമുക്ക് നേരിട്ട് കട്ട് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് വീണ്ടും മടക്കിയിട്ട് കുറച്ചും കൂടി കട്ട് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കണം. താഴേന്ന് ഏകദേശം ഒരു പകുതിക്ക് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് കേട്ടോ. ഫസ്റ്റത്തെ ആ ഫോൾഡ് വന്നിട്ടില്ലേ, അവിടെയായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ആ ഒരു മടക്ക് വന്ന ഭാഗം നമ്മൾ വിടുക, എന്നിട്ട് തൊട്ടടുത്തത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് ഇടവിട്ടിട്ടുള്ള ആ ഒരു മടക്ക് വന്ന ഭാഗത്താണ് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണത്. പിന്നെ ഓരോ പോയിൻറ്റ്സും ആദ്യം പോയിന്റ് മാർക്ക് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി അടുത്തത് മാർക്ക് ചെയ്യുക, അതിനേക്കാട്ടിലും കുറച്ച് ഹൈറ്റ് കൂട്ടി അടുത്തത് മാർക്ക് ചെയ്യുക. അങ്ങനെ ലാസ്റ്റത്തെ ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇങ്ങനെ ഹൈറ്റ് കൂട്ടി കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ കട്ട് ചെയ്ത് 2-3 എണ്ണമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. നമ്മൾ മാർക്ക് ചെയ്യാത്ത ആ ഒരു ഫോൾഡ് വന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് വേണം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു സൈഡാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അടുത്ത സൈഡ് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. നമുക്ക് വേണ്ട ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒരു സൈഡ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു, അതിന് ശേഷമാണ് അടുത്ത സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അരികു വശം കിട്ടേണ്ടത്. നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തില്ലേ, അവിടെ വരെയാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പ് കിട്ടണ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും മുമ്പ് മടക്കിയില്ലേ ചെറുതായിട്ട്, അതേപോലെ വീണ്ടും ഇങ്ങനെ മടക്കി എടുക്കുക. മടക്കിയ പാടുകളുണ്ടല്ലോ, അതിൽ കൂടെ വീണ്ടും മടക്കി എടുക്കുക. ഇനി ഇതിൽ നീളം കൂടിയ ആ ഭാഗം ഉണ്ടല്ലോ, അത് മേൽഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇതേപോലെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. നീളം കൂടിയ ഭാഗം നമുക്ക് മേൽഭാഗത്തേക്കാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ചെറിയ പേപ്പർ പഞ്ചർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഹോളിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ആണി വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ച് ഹോളിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സൂചി വെച്ചിട്ടാണ് ചെയ്യണത്. അത്ര ഈസി അല്ല. കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ സൂചി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഹോൾ ഇട്ടിട്ടുള്ളത്. ഒരുമിച്ച് ഈ മടക്കി എല്ലാ പേപ്പറും കൂടി ഒരുമിച്ച് ഹോളിട്ട് കൊടുക്കുക അത്ര ഈസി അല്ല കേട്ടോ. ഇനി ആ ഹോളിൽ കൂടെ നമ്മൾ ബാംബൂ സ്റ്റിക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ബാംബൂ സ്റ്റിക്കിൽ കൂടിയും നടുക്കിലത്തെ ആ പേപ്പറിൽ കൂടിയും കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. ഇതേപോലെ ഗ്ലൂ ആക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. താഴ്ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സമയം പിടിച്ചിരിക്കണം. അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടത് ഉണങ്ങി കിട്ടും. അതേപോലെ ഇതിൻ്റെ നടുക്കിൽ കണ്ടില്ലേ ഗ്യാപ്പ് ഉണ്ട്, ആ ഭാഗം നമ്മൾ ചേർത്ത് പിടിച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നന്നായിട്ട് ഇതിനെങ്ങനെ വിരിച്ച് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ താഴേക്ക് നന്നായിട്ട്
ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പാം ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല കളേഴ്സിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്താ കളർഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഉണങ്ങിയ ഇല പോലെ തോന്നിക്കാനായിട്ട് പേപ്പർ കവറില്ലേ, അതിൻ്റെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലവർ വേസിലോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ നല്ല രസമാണ് കാണാനായിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിട്ട്